ഹായ്, നമസ്കാരം. ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പല ആളുകൾക്കും ഫേസ്ബുക്ക് പേജുകളുണ്ടാകാം. ഫേസ്ബുക്ക് പ്രൊഫൈലല്ല, ഫേസ്ബുക്ക് പേജുകൾ നടത്തുന്നവരുണ്ടാകും പല ബിസിനസ് ആവശ്യങ്ങൾക്ക്. അതല്ലാതെ എന്തെങ്കിലും മറ്റുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള ഫേസ്ബുക്ക് പേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഹൈ റീച്ച് വരുന്ന പേജ് കൊണ്ടും, എന്നാൽ ചില പേജുകളിലെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റീച്ച് ലഭിക്കാറില്ല. വീഡിയോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു പോസ്റ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകൾക്ക് അത് റീച്ച് ചെയ്യാറില്ല. എന്താണ് അതിൻ്റെ കാരണം? ഫേസ്ബുക്കിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് ഫേസ്ബുക്ക് ഓർഗാനിക്കായിട്ട് 10% താഴെ ആളുകൾക്ക് ഇത് റീച്ച് ചെയ്യിക്കുള്ളൂ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ ഒരു ബിസിനസ് തന്ത്രം കൂടിയാണത്. കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ പോസ്റ്റ് എത്തിക്കണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിടുന്ന ഏത് പോസ്റ്റിനും താഴെ ഒരു നീല കളറിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യാമെന്ന്. ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫേസ്ബുക്കിന് പണം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം പോസ്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബിസിനസ് പേജൊക്കെ നടത്തുന്നവർക്ക് ഇത്തരത്തിൽ ഇത് ബൂസ്റ്റ് ചെയ്തിട്ട് അവരുടെ പോസ്റ്റിനെ റീച്ച് ചെയ്യിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ബിസിനസ് പേജുകൾക്ക് ഇത് ബൂസ്റ്റ് ചെയ്തേ നടക്കുള്ളൂ. അതല്ലാതെ ചില പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചില വീഡിയോസൊക്കെ വൈറലായി പോകുന്നത് അത് കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. അത്രയും ഷെയറിങ് വരികയാണെങ്കിലും ഓക്കെ, നമ്മൾ ബൂസ്റ്റ് ചെയ്യാതെ തന്നെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോ, ഒരു പോസ്റ്റ് റീച്ച് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതെങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് ഇത്തരം ബിസിനസ് പേജ് നടത്തുന്നവരോ അതല്ലെങ്കിൽ തങ്ങളുടെ പേജിന് കൂടുതൽ റീച്ച് ചെയ്യിക്കണം, ഫോളോവേഴ്സ് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലിതിന് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ബൂസ്റ്റ് ചെയ്യിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു 1000 ലൈക്കുള്ളൊരു പേജാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, അതിലൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്താൽ 100-ൽ താഴെ ആളുകൾക്ക് ഫേസ്ബുക്ക് ഇത് റീച്ച് ചെയ്യിക്കുള്ളൂ. അതായത് അവരെ ഓർഗാനിക് റീച്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നീട് നമ്മളത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ബൂസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജിലുള്ള പോസ്റ്റിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ എന്നുള്ള കാര്യങ്ങളൊന്ന് കണ്ടുവരാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ചാനൽ വരുന്ന വീഡിയോസ് കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മുടെ പേജ് എൻവിഷൻ എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജുണ്ട്, യൂട്യൂബിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു പേജാണ്. അതുപോലെ ഈ അടുത്ത് തുടങ്ങിയ മറ്റൊരു പേജുണ്ട്, സ്മാർട്ട് എക്സ് മീഡിയ എന്നുള്ള ഒരു പേജ് കൂടെ നമുക്ക് ഉണ്ട്. അത് ഈ അടുത്ത് തുടങ്ങിയ ഒരു പേജാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 പേജൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യണം. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ എൻവിഷൻ എന്നുള്ള പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പേജിനിപ്പോൾ എനിക്ക് ഒരു 5000-ൻ്റെ അടുത്ത് ഫോളോവേഴ്സേ ഉള്ളൂ. ഒരു 10K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്കത് മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ബൂസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഏതൊരു പോസ്റ്റിൻ്റെയും താഴെ നിങ്ങൾക്ക് ഇതുപോലെ ബൂസ്റ്റ് എന്നിങ്ങനെ കാണാൻ സാധിക്കും പേജിലുള്ള ഏതൊരു വീഡിയോക്കും. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇട്ട വീഡിയോ അത് അത്യാവശ്യം ഒരു വ്യൂ വന്നിട്ടുണ്ട്. കാരണം അത് നിങ്ങൾക്ക് കാണാം, അവിടെ 39 ഷെയർ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 1000 വ്യൂവേഴ്സിൻ്റെ മുകളിൽ ഇത് പോയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ഷെയറിങ് തീരെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പേജിന് 5000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു 10, 200, 300 വ്യൂ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നമുക്ക് ആണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഈ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. വാട്ട് റിസൾട്ട് വുഡ് യു ലൈക്ക് ടു ഫ്രം ദിസ്, ഗെറ്റ് മോർ പീപ്പിൾ ടു വാച്ച് യുവർ വീഡിയോ വ്യൂസ് ഫ്രം 72 രൂപ മുതൽ ബൂസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും മിനിമം 72 ഇന്ത്യൻ റുപ്പീസ് മുതൽ നമുക്കിത് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം ഓഡിയൻസിനാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓഡിയൻസിലേക്കാണ് നമ്മുടെ പോസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഞാനിവിടെ നോർമലി കേരള എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്കത് മറ്റുള്ള ഏതെങ്കിലും കൺട്രീസിലോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരള ഒഴിച്ചിട്ടുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇത് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ അതിന് താഴെയായിട്ട് വേറെ 4 ഓപ്ഷൻസ് ഉണ്ട്. പീപ്പിൾ ഹൂ ലൈക്ക്ഡ് യുവർ പേജ്, ആരൊക്കെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ട് അവരിലേക്ക് മാത്രം മതിയോ, അതും തന്നെ ഇതുവരെ ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പേജ് ലൈക്ക് ചെയ്ത സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കൾക്കും മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമുക്കിപ്പോൾ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ അവിടെ കേരള എന്ന് കൊടുത്തുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് മറ്റുള്ള കൺട്രീസോ സ്റ്റേറ്റ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അതൊക്കെ ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി താഴെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എമൗണ്ട് കൊടുക്കുകയാണ്, എത്ര ദിവസത്തിന് വേണ്ടി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോർമലി ഇവിടെ 3 ഡേയ്സാണ്. ഇനി കൂടുതൽ എത്ര ദിവസത്തേക്കാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിവിടെ ഇൻക്രീസ് ചെയ്യാം. നമുക്ക് 5 ദിവസമോ 2 ദിവസമോ എത്ര ദിവസത്തിനാണ് നമ്മൾ പേജ് ബൂസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമുക്കിവിടുന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ നോർമലി 3 ഡേയ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് 240 രൂപയാണ് ഏറ്റവും മിനിമം വരിക. അതായത് ഒരു ദിവസത്തിന് 80 രൂപ വെച്ചിട്ട് 3 ദിവസത്തിന് 240 പ്ലസ് അതിൻ്റെ ടാക്സ് അടക്കം 252 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ 3 ദിവസം ഒരു ബൂസ്റ്റ് ചെയ്യും. ആ ബൂസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് കണക്കൊക്കെ കൂടെ കാണുന്നുണ്ട്. ഒരു 6000 പെർ ഡേ 1900-ൻ്റെയും 5500-ൻ്റെയും ഇടയിൽ ആളുകൾക്ക് അത് എത്തിക്കും. ഇനി ഇത് കൂടുതൽ ആളുകൾക്ക് തന്നെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എമൗണ്ടിനെ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 300-ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ 2400 ടു 6900 ആളുകളിലേക്ക് ഒരു ദിവസം എത്തിക്കും. അങ്ങനെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അവർ ആളുകളിലേക്ക് എത്തിക്കുന്നതും കൂടും. ഇപ്പോൾ കണ്ടോ 1200 രൂപ പെർ ഡേ ചിലവാക്കുമ്പോൾ 27000 ആളുകളിലേക്ക് പോസ്റ്റ് അവർ ഷെയർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എമൗണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 240 ഏറ്റവും മിനിമം. ഇനി നമ്മളതായ ഒരു എമൗണ്ട് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ്റർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ എനിക്കൊരു 400 രൂപ 3 ദിവസത്തിന്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് റേറ്റ് മാറിയിട്ടുണ്ടാവും. പിന്നെ പെർ ഡേ എമൗണ്ട് ഇവിടെ എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസത്തിന് 133 രൂപ വെച്ചിട്ട് ആണ് അവർ ഇതിന് ചാർജ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 420 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഓൾറെഡി എൻ്റെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ചേഞ്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഓൾറെഡി എൻ്റെ നെക്സ്റ്റ് ബില്ല് എനിക്ക് വരാമല്ലോ. ഞാൻ ബൂസ്റ്റ് ചെയ്ത അതിൻ്റെ ബില്ല് ഇവിടെ കാണാം. ഞാനിതിന് മുൻപ് 1-2 പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു പേയ്മെൻറ്റ് ഞാൻ ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഓൾറെഡി ഞാനിവിടെ കൊടുത്ത കാർഡ് ഇവിടെ ഉണ്ട്. അതെനിക്ക് എഡിറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യുക. ഇനി നിങ്ങൾ പുതിയൊരു കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, ഓപ്ഷനിലാണ്. ശേഷം കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുക. കാർഡ് ഓഫ് നെയിം, അതുപോലെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, സെക്യൂരിറ്റി, പിന്നില്ല CVV കോഡ് എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്തരത്തിലാണ് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നേരെ നിങ്ങൾ ഈ ബൂസ്റ്റ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. നേരെ ഈ ബൂസ്റ്റ് എന്നുള്ള ഐക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവർ റിവ്യൂ ചെയ്യും. ആ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ ഉതകുന്നതാണോ എന്ന് അവർ മാനുവലി റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് അപ്രൂവ് തരുള്ളൂ. നേരിട്ട് അപ്പം തന്നെ ബൂസ്റ്റ് ആവില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. ഇനി മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എങ്ങനെ മൊബൈലിൽ ഇത് ചെയ്യാമെന്നുള്ള കാര്യം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ നമുക്ക് പേജ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ മറ്റൊരു പേജാണിത്. അപ്പോൾ ഇതിൽ ഏത് പോസ്റ്റാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ. ആദ്യ ഈ പോസ്റ്റിന് വന്നിട്ടുള്ളത് 54 വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പോസ്റ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും പോസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ മൊബൈലിൽ ഇതുപോലെ ആയിരിക്കും കാണുക. നിങ്ങൾ താഴെ
നേരത്തെ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് മൊബൈൽ വേർഷനിലാകുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തത് ജിദ്ദ എന്നാണ്. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള സെലക്ട് ചെയ്യാം. കേരള ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് താഴെ സെലക്ട് ചെയ്യുക, അതിനുശേഷം സേവ് ചെയ്യുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ നമുക്കിവിടെ എമൗണ്ട് എത്ര കൊടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു 200 രൂപ മതി. 200 രൂപയ്ക്ക് സേവ് ചെയ്താൽ മതി. എങ്കിലുണ്ടെങ്കിൽ 5 ഡേയ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മിനിമം ബാലൻസ് 71 ആണ്. അപ്പോൾ 5 ഡേയ്സിന് ഉണ്ടാവില്ല. 200 രൂപ 5 ഡേയ്സിന് ഒരിക്കലും നമുക്ക് കഴിയില്ലാന്ന്. അപ്പോൾ മിനിമം നമ്മളത് ഡേയ്സ് കുറക്കുക. അപ്പോൾ 3 ദിവസം അതിനും ഈ എമൗണ്ട് തികയില്ല. അപ്പോൾ ഞാൻ 2 ദിവസമായി. അപ്പോൾ ഓക്കെ, ആ റെഡിലുള്ള മാർക്ക് കൊടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് അങ്ങനെ 210 രൂപ 10 ടാക്സ് അടക്കം 210 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം ഈ ഒരു പോസ്റ്റ് 1000 മുതൽ 3000 ആളുകളിലേക്ക് ബൂസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൂസ്റ്റ് പോസ്റ്റ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബൂസ്റ്റ് ആവും. നമ്മൾ ഡെസ്ക്ടോപ്പ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഫേസ്ബുക്ക് പേജുകൾ ഉള്ളവർക്ക് തങ്ങളുടെ പേജുകൾ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഫേസ്ബുക്ക് ബൂസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും ഉപകാരമായെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.